ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ പക്കോടയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി മാറ്റിയ ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ആണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിലിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ഗരം മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കളറിനായിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്കോടയ്ക്ക് എരിവ് ആവശ്യമാണെങ്കിൽ നമുക്ക് സാദാ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഒരു 1/2 സ്പൂൺ ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സവാളയുടെ വെള്ളം ഊറി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പക്കോട കുഴയ്ക്കാനുള്ള വെള്ളം കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചൂടായ എണ്ണയിൽ കുറച്ചായിട്ട് എടുത്തിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് എല്ലാ പക്കോടയും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോട റെസിപ്പിയാണിത്. നമുക്കിത് തൈര് സാദത്തിനോടെയും ലെമൺ റൈസിനോടൊക്കെ കഴിക്കാവുന്നതാണ്. അല്ലാതെ തന്നെ സ്നാക്സായിട്ട് കൂടി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയായ പൊട്ടറ്റോ പക്കോട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.